വെരി ഗുഡ് ക്വസ്റ്റ്യൻ ബ്രോ. പക്ഷെ ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ ബ്രോ. ഞാനിപ്പം ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറേജ് കമ്പനി നടത്തുകയാണ്. അതിപ്പം ഷാർജ ആയാലും ദുബായ് ആയാലും അബുദാബി ആയാലും എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലായിടത്തും കൊണ്ട് പൈസ ഇട്ടോ, നിങ്ങൾക്ക് ഭയങ്കരമുള്ള റിട്ടേൺ കിട്ടും എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഹൈപ്പ് ക്രിയേറ്റ് ചെയ്ത് വേണമെങ്കിൽ സെല്ല് ചെയ്യാം. ബ്രോ പറയുന്നത് പോലെ ഈ മസാർ എന്ന് പറയുന്ന അരാധ ഡെവലപ്മെന്റ്സിന്റെ ഷാർജയിലുള്ള കമ്മ്യൂണിറ്റി ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ കമ്മ്യൂണിറ്റി, ഒരു സംശയമില്ല. പക്ഷെ അതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോ, ഓരോ എമിറേറ്റിനും അവരുടേതായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ട്രജക്ടറി ഉണ്ട്, അവർക്കൊരു സ്ട്രാറ്റജി ഉണ്ട്, അവർക്കൊരു പ്ലാൻ ഉണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോരുത്തരുടെയും ഐഡന്റിറ്റി എന്താണെന്നാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദുബായിയെ സംബന്ധിച്ചിടത്തോളം ആണെന്നുണ്ടെങ്കിൽ അവര് ലോകത്തിന് ഒരു കൊമേഴ്ഷ്യൽ ടൂറിസം ഹബ്ബായിട്ട് ആക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഇതേ സാധനം നമ്മളിപ്പം അബുദാബിയെ പറ്റി പറയുകയാണെങ്കിൽ അവരൊരു ഗവൺമെന്റ് കൾച്ചറൽ സെന്റർ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ്. ഇനി നമ്മൾ ഷാർജയിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ദുബായിയുടെ ഒരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ ആണ്. എന്തിനു വേണ്ടിയുള്ള ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ ആണ്? ഒരു അഫോർഡബിൾ സെഗ്മെന്റ് ഓഫ് ഫാമിലി ഓറിയന്റഡ് കമ്മ്യൂണിറ്റി ലിവിങ്ങിന് വേണ്ടി. അപ്പൊ ഇനി നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഇപ്പൊ ബ്രോയ്ക്ക് താമസിക്കാനാണെന്നുണ്ടെങ്കിൽ, ഒരാൾക്ക് താമസിക്കാനാണെന്നുണ്ടെങ്കിൽ അരാധ ഡെവലപ്മെന്റ്സിന്റെ ആ ഒരു മസാർ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. അതിനകത്ത് ഇപ്പം പ്രൈസ് വൈസിലുള്ള കാര്യം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഇപ്പൊ 2020-21 കാലഘട്ടത്തിൽ ഇറങ്ങിയ മസാർ 1-ലാണെങ്കിൽ പ്രൈസ് വൈസ് ഓക്കെയാണ്, ലൊക്കേഷൻ വൈസും കുറച്ചുകൂടി അടിപൊളിയാണ്. ഇപ്പം 2-ലും 3-ലൊക്കെ വാങ്ങുന്നവരായാലും നിങ്ങൾ ആലോചിക്കാനുള്ളത് നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈൽ ഇംപ്രൂവ് ചെയ്യാനും ഒരു നല്ലൊരു ക്വാളിറ്റി ഓഫ് ലിവിങ് കമ്മ്യൂണിറ്റിയിൽ ജീവിക്കാൻ വേണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ വെരി ഗുഡ് ഓപ്ഷൻ. അല്ലാതെ പറയുന്നത് പോലെ ഇതിനകത്ത് താണ്ട 30% അടച്ചാൽ മതി, ഭയങ്കരമായിട്ട് നമുക്ക് പൈസ ഉണ്ടാക്കാനായിട്ട് പറ്റും. ദുബായിയുടെ ഒരു 1 ബെഡ്റൂം അപ്പാർട്ട്മെന്റ് വാങ്ങിക്കുന്ന കാശുണ്ടെങ്കിൽ ഇവിടെ 2 ബെഡ്റൂം ടൗൺ ഹൗസ് വാങ്ങിക്കാം. എല്ലാ സംഭവങ്ങളും കറക്റ്റ് തന്നെയാണ്. പക്ഷെ എന്താണ് ആ പർട്ടിക്കുലർ എമിറേറ്റ്, ആ പർട്ടിക്കുലർ ഡെവലപ്മെന്റ്, ആ പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി കൊണ്ടുവരുന്നതിന്റെ ഫണ്ടമെന്റൽ റീസൺ, അത് മനസ്സിലാക്കിയിട്ട് ചെയ്യുക. ഇപ്പൊ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ അതിനകത്ത് 30% പേയ്മെന്റ് പ്ലാൻ അല്ലെങ്കിൽ 35-65 പേയ്മെന്റ് പ്ലാൻ ഒക്കെ പറയുന്നത്. പക്ഷെ നിങ്ങൾക്കൊന്ന് മറിച്ച് വിൽക്കണമെങ്കിൽ പോലും നിങ്ങൾ ഡെവലപ്മെന്റ് 50% അടയ്ക്കണം. ഞാനത് ഡെവലപ്പറിന്റെ സ്റ്റാഫിന്റെ അടുത്ത് ചോദിച്ച് കൺഫർമേഷൻ എടുത്തിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ എല്ലാത്തിന്റെയും പ്ലസും മൈനസും അറിഞ്ഞിട്ട് ചെയ്യുക. ഞാൻ കൂടുതലും ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റ് ചെയ്ത് സംസാരിക്കുന്ന ഒരാളാണ്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. ഒബ്വിയസ്ലി അബുദാബി ഇപ്പോൾ ഒരു 3-4 വർഷത്തോടെ കഴിയുമ്പോഴത്തേക്ക് നെക്സ്റ്റ് ലെവലിലോട്ട് പോകും. ഇപ്പം സാദിയാത്ത് ഐലൻഡ്, അതേപോലെ യാസ് ഐലൻഡിന്റെ എക്സ്റ്റൻഷൻ, ഡിസ്നി ലാൻഡ് ഒക്കെ അവിടെ വരുന്നുണ്ട്. എല്ലാ പ്ലാനും അവിടെ ഇവിടെ ഉണ്ട്. ബട്ട് ഫണ്ടമെന്റൽ റീസൺ മനസ്സിലാക്കാതെ ഒരു സാധനം നമുക്ക് വില കുറഞ്ഞ് കിട്ടുന്നു എന്ന് വിചാരിച്ചിട്ട് അത് ഇൻവെസ്റ്റ്മെന്റിന് ഭയങ്കര നല്ലതാണെന്ന് പറഞ്ഞ് ഹൈപ്പ് കയറ്റി വിൽക്കാൻ ഞാൻ ഇതേവരെ നിന്നിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കാത്തത്. അല്ലെങ്കിൽ ഇറ്റ്സ് എ വെരി ഗുഡ് ഓപ്ഷൻ, ദർ ഇസ് നോ ഡൗട്ട് ഫോർ ദാറ്റ്. എനിക്ക് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഓരോ എമിറേറ്റിന്റെയും ഓരോ ഡെവലപ്മെന്റിന്റെയും ഓരോ കമ്മ്യൂണിറ്റിയുടെയും ഫണ്ടമെന്റൽ റീസൺ മനസ്സിലാക്കിയിട്ട് മാത്രം ചെയ്യുക. ഇതാണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ. കുറെ കാര്യം പറയണമെന്നുണ്ട്, പക്ഷെ ഇപ്പം ഞാൻ ഇതിൽ നിർത്തുന്നു. ബ്രോയ്ക്ക് സംഭവം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ കമന്റ് ഇട്ടോ, ഉറപ്പായിട്ട് ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും.